പല ആൾക്കാരും തിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷിങ് അല്ലെങ്കിൽ ഡബിളിങ് ബഡ്ജറ്റാണ്. അതാണ് പല എന്താ പറയുക എക്സിസ്റ്റിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല റിസൾട്ടും മീൻസ് അവിടെ മീൻസ് ഇപ്പം 5 കിട്ടുന്നിടത്ത് പിന്നെ ഒരു 3ലേക്കും 4ലേക്കും പോകാനൊക്കെ ഉള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അതായത് പല ആഡ് അക്കൗണ്ട്സും നമ്മളിപ്പം മീൻസ് ഇപ്പം കൺസൾട്ടേഷൻ്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഏജൻസിയിൽ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും പല ആഡ് അക്കൗണ്ട്സും ചെയ്യുന്ന സമയത്തുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ അൺവാണ്ടഡ് ആയിട്ട് ബേൺ ഔട്ട് ചെയ്യുന്ന കുറേ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പം ആ ബഡ്ജറ്റ് എക്സിസ്റ്റിംഗ് ബഡ്ജറ്റിൻ്റെ അകത്ത് തന്നെ ശരിക്കും നമുക്ക് പ്രോപ്പർ സ്കെയിലിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ടാവും. ബട്ട് അവിടെ ഈ പറഞ്ഞ പോലെ അൺവാണ്ടഡ് ആയിട്ട് ഈ പ്രോപ്പർ അതായത് ഇപ്പം എന്താ പറയുക ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് വേയിൽ അല്ലാതെ ഈ കാര്യങ്ങൾ സ്കെയിൽ ചെയ്യാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ മീൻസ് റോസ് ഡ്രോപ്പ് ആയ പല കേസസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബഡ്ജറ്റ് ഡബിൾ ചെയ്യുക അല്ലെങ്കിൽ പുഷ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ അല്ല. അതായത് സ്കെയിലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ക്യാമ്പയിന് ഒരു 1000 rupees ഒരു 5 purchases കിട്ടിയെന്ന് വിചാരിക്കുക. ദാറ്റ് ഡസൻ മീൻ ഇപ്പോൾ നിങ്ങൾ അത് നേരെ ഡബിൾ ചെയ്ത് 2000 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 10 purchases ആവണം എന്നുള്ളൊരു ഇതില്ല. അപ്പം അതാണ് ഒരു പരിധി വരെ, അതായത് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 75% കേസിലും വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്.